നമുക്കറിയാം ഇന്നലെ ഇന്ത്യയിലെ ദീപാവലിയായിരുന്നു, എല്ലാവരും ആഘോഷിച്ചു. പക്ഷെ വെടിക്കൊട്ട് നടന്നത് ഇന്നലെ ഇംഗ്ലണ്ടും ന്യൂസിലൻഡുമായിട്ടുള്ള കളിയിലാണ് വെടിക്കൊട്ട് ആഘോഷം. ഇന്നലെ പൊടിപൂരം അവിടെയായിരുന്നു. അപ്പം അതിൻ്റെ വിശദാംശം നമുക്ക് കിടക്കാം. ഇംഗ്ലണ്ട് ഫസ്റ്റ് ടോസ് നേടി ഇംഗ്ലണ്ട് ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ബാറ്റിങ്ങിന് ഓപ്പണിംഗ് ഇറങ്ങി ജോസ് ബട്ട്ലർ ഫിലിപ്സായിട്ട് സഖ്യമായിരുന്നു. ആദ്യം ടോസ് നേടി ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് 236 എന്ന വമ്പിച്ച സ്കോറിലേക്ക് എത്തി. ഓപ്പണറായ സഞ്ജുവിൻ്റെ ജോസേട്ടൻ 4 റൺസിന് പോയി. പിന്നെ ഫിലിപ്സാട്ട് 55 റണ്ണെടുത്തു. ഷാംകരൻ 24 റണ്ണെടുത്ത് പുറത്തായി. പിന്നെയായിരുന്നു ക്രീസിൽ ഒന്നിച്ച ഹാരി ബ്രൂക്കും ഓപ്പണറായ ഫിലിപ്സാട്ടും വെടിക്കൊട്ടിന് തിരി കൊടുത്തു. എൻ്റെ പൊന്നാളിയാ, 11 ബൗണ്ടറി 11 അടിച്ച് താർത്തു. 5 ബൗണ്ടറിയും 6 സിക്സുമാണ് ഫിലിപ്സാട്ടിൻ്റെ വാ. ഹാരി ബ്രൂക്കിൻ്റെ വാ 4 സിക്സും 3 ഫോറും, അങ്ങനെ 78 റണ്ണ്. ഇവരുടെ ബെൽറ്റ് ഇംഗ്ലണ്ട് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 236 എന്ന ലക്ഷ്യം വെച്ചു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ന്യൂസിലൻഡിൻ്റെ ആരും തന്നെ ഫോമായില്ല. ബൗളിങ്ങിൽ എല്ലാവരും പരാജയമായിരുന്നു. പിന്നെ ഇച്ചിരി ബെറ്റർ എന്ന് പറഞ്ഞാൽ 4 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തിയ ആദിൽ റഷീദ് മാത്രമാണ് ബാറ്റിങ്ങിൽ അല്പമെങ്കിലും ചെറുത്ത് നിൽക്കാൻ സാധിച്ചത്. സ്പിൻ ഓൾറൗണ്ടറായ മുംബൈ ഇന്ത്യൻസിൻ്റെ അംഗമായ മിച്ചൽ സ്റ്റാർണറിന് മാത്രമാണ് അല്പമെങ്കിലും ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞത്. ഒടുവിൽ ഇംഗ്ലണ്ട് 65 റണ്ണിൻ്റെ മികച്ച വിജയം നേടി. ഇപ്പം 3 മത്സരമുള്ള T20 പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. അടുത്ത കളി ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കും. ആദ്യ കളി മഴ കാരണം മുടങ്ങിപ്പോയി. ഇപ്പോൾ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വരും ദിവസത്തെ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനും ലൈവ് ക്രിക്കറ്റ് മാച്ച് കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ മാച്ച് മാത്രമാണ് ലൈവ് സംപ്രേഷണമുള്ളൂ. ഇന്ത്യയുടെ എല്ലാ മാച്ചും ഇപ്പോൾ ഓസ്ട്രേലിയ ആയിട്ടാണെങ്കിൽ ആവട്ടെ, ടെസ്റ്റ് മാത്രമല്ല, വൺ ഡേ T20 മാച്ച് മൊത്തം ലൈവ് കമൻട്രി ഒക്കെ ഞാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകൾ ആയി നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ക്രിക്കറ്റ് വാർത്ത അറിയാൻ ക്രിക്കറ്റ് നിങ്ങളുടെ കൂടെ എന്നും. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.